ഹായ് ഡിയേഴ്സ്, ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ 14-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ചിന്തകൾ കൊണ്ടും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ടും ഒക്കെ നമ്മുടെ സ്വപ്ന ഭവനത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സ്വപ്നത്തെ തികച്ചും പ്രായോഗികമായ തലത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ ആക്ഷൻ സ്റ്റെപ്പ്. നമ്മൾ സാധാരണ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ ചിന്തകൾക്കും വികാരങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകാറുള്ളത്. എന്നാൽ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്കൊപ്പം തന്നെ പ്രവൃത്തി കൂടി വേണം. അതായത് നമ്മൾ മനസ്സിൽ കാണുന്ന സ്വപ്നത്തിന് നാം നൽകുന്ന ഒരു ഉറപ്പാണ് ഇന്നത്തെ പ്രാക്ടീസ്. അതായത് വെറുതെ നമ്മൾ വീടിനെ കുറിച്ചിട്ട് ആഗ്രഹിച്ചിരിക്കാതെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക പദ്ധതിയും അതുപോലെ തന്നെ പ്ലാനുകളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് തുടങ്ങുക. ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. നിങ്ങൾ ആദ്യം ഹൗസിംഗ് ലോണുകളെ കുറിച്ചിട്ട് അന്വേഷിക്കുക. വിവിധ ബാങ്കുകൾ നൽകുന്ന ഹോം ലോണുകൾ, അവിടുത്തെ പലിശ നിരക്കുകൾ, ലോണ് തിരിച്ചടയ്ക്കാനുള്ള കാലയളവ്, അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് ബാങ്കിൽ നേരിട്ട് പോയിട്ട് അന്വേഷിക്കുക. ഇനി നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ടുള്ള പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള തുക ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് സഹായിക്കുന്ന ചിട്ടികൾ, KSFE പോലുള്ള സ്ഥാപനങ്ങളിൽ ചിട്ടികളെ കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുക. ഇനി പ്ലാനുകളും ബഡ്ജറ്റുകളും തയ്യാറാക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയായിരിക്കണം, അതിന് ഏകദേശം എത്ര ചിലവ് വരും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ആർക്കിടെക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് സംസാരിച്ചിട്ട് വ്യക്തമായ ഒരു പ്ലാന് റെഡിയാക്കി എടുക്കുക. ഇനി നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും മാസം എത്ര രൂപ മാറ്റി വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇനി നിങ്ങൾ ഇതിലേക്ക് പണം മാറ്റി വെക്കാനായിട്ട് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം തികയുന്നില്ലെങ്കിൽ ഇനി നിങ്ങളൊരു ചെറിയൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുക. അതുപോലെ തന്നെ ഇനി പലരും വിചാരിക്കും കയ്യിലിപ്പോൾ അതിനുള്ള പണം മുഴുവനായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും നമ്മുടെ വ്യക്തതയെയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആക്ഷനെയൊക്കെയാണ് പിന്തുണയ്ക്കുന്നത്. നമ്മൾ ബാങ്ക് ലോണുകളെക്കുറിച്ചും അതുപോലെ തന്നെ സേവിങ്സിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനോടും അതുപോലെ തന്നെ പ്രപഞ്ചത്തോടും പറയുകയാണ്, ഞാൻ വെറുതെ സ്വപ്നം കാണുകയല്ല, എൻ്റെ വീട് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ പൂർണ്ണമായിട്ടും തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ്. ഇനി നിങ്ങൾ ഹോം ലോണിനെ കുറിച്ചും സേവിങ്സിനെ കുറിച്ചുമൊക്കെ കൃത്യമായി അന്വേഷിക്കുമ്പോൾ ആ ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്കുള്ള വരുമാന മാർഗങ്ങളും അതിനു വേണ്ട സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളിലേക്ക് തുറന്നു തരും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൻ്റെ സാമ്പത്തിക പ്ലാനിലേക്ക് ആദ്യത്തെ ചുവട് വയ്ക്കുക. നിങ്ങളുടെ വീട് പണി തുടങ്ങാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തെ പ്രാക്ടീസായിട്ട് വരാം. താങ്ക് യു.